ഇന്നത്തെ പ്രധാന വാർത്തകൾ. പ്രിയപ്പെട്ട അർജുൻ ഇനി ജനഹൃദയങ്ങളിൽ ജീവിക്കും. നാടിന്റെ യാത്രാമൊഴി ഏറ്റുവാങ്ങി കോഴിക്കോട് കണ്ണാടിക്കലിലെ അമരാവതി വീടിനോട് ചേർന്ന് അർജുൻ നിത്യനിദ്രയിലേക്ക് മടങ്ങി. വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ രാവിലെ 11:20 സംസ്കാര ചടങ്ങുകൾ ആരംഭിച്ചത്. ആയിരങ്ങൾ അന്തിമോപചാരം അർപ്പിച്ചതിനു ശേഷമാണ് അർജുന്റെ മൃതദേഹം ചിതയിലേക്ക് എടുത്തത്. കൂത്തുപറമ്പ് വെടിവെപ്പിലെ ജീവിക്കുന്ന രക്തസാക്ഷിയായിരുന്ന CPM പ്രവർത്തകൻ പുഷ്പൻ അന്തരിച്ചു. 54 വയസ്സായിരുന്നു. വെടിവെപ്പിൽ ഗുരുതരമായി പരിക്കേറ്റ് കിടപ്പിലായിരുന്ന പുഷ്പൻ ഇന്ന് ഉച്ചകഴിഞ്ഞ് 3:30 കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ മരണത്തിന് കീഴടങ്ങിയത്. പൂരം കലക്കൽ വിവാദത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ പരാതി നൽകി CPI. തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർക്കാണ് പരാതി നൽകിയത്. പൂരം തർക്കം നടക്കുമ്പോൾ സുരേഷ് ഗോപി നിയമവിരുദ്ധമായി ആംബുലൻസിൽ സഞ്ചരിച്ചെന്നാണ് പരാതിയിൽ പറയുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്ന ശേഷം അഭിനേതാക്കൾക്കെതിരെ പരാതി നൽകിയതിനാൽ തനിക്കെതിരെ വ്യാജ പരാതിയിൽ കേസെടുക്കാൻ സാധ്യതയുണ്ടെന്നും മുൻകൂർ ജാമ്യം അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ട് ആലുവ സ്വദേശിയായ നടി മിനു മുനീർ തലശ്ശേരി ജില്ലാ സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി. CPM-നെ പ്രതിരോധത്തിലാക്കി കടുത്ത നിലപാടുമായി CPI. RSS ബന്ധമുള്ള ADGP MR അജിത് കുമാറിനെ മാറ്റിയേ തീരുവെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നടിച്ചു. പീഡനക്കേസിൽ നടൻ സിദ്ദീഖ് സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ വനിതാ ജഡ്ജി അടങ്ങിയ സുപ്രീം കോടതി ബെഞ്ച് തിങ്കളാഴ്ച പരിഗണിക്കും. ജസ്റ്റിസുമാരായ ബേല ത്രിവേദി, സതീഷ് ചന്ദ്ര ശർമ്മ എന്നിവരടങ്ങിയ ബെഞ്ചാകും ഹർജി പരിഗണിക്കുക. തിങ്കളാഴ്ച ഈ ബെഞ്ച് പരിഗണിക്കുന്ന 62ാമത്തെ കേസായി സിദ്ദീഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ലിസ്റ്റ് ചെയ്തു. പ്രധാന വാർത്തകൾ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.